നമസ്കാരം. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ അഥവാ FCRA പുതിയ ചട്ടഭേദഗതികൾക്കെതിരെ രാജ്യത്തും സംസ്ഥാനത്തും രാഷ്ട്രീയ സാമൂഹിക മത സംഘടനകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. പുതിയ ഭേദഗതികൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയത്തെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭേദഗതികൾ ആരെയും ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും സന്നദ്ധ സംഘടനകളുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണെന്നുമാണ് നിലപാടിൽ കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാലും പുതിയ ഭേദഗതികൾ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്നതാണെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ജൂൺ 28 ഞായറാഴ്ച കത്തോലിക്ക സഭ രാജ്യവ്യാപകമായി പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കും. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന വ്യവസ്ഥകൾ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന NGOകളുടെ പ്രവർത്തനങ്ങളെ തളർത്തുമെന്നും CBCI ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭയും ഈ ചട്ടങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. സഭയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്നും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കിയ സഭ ജനാധിപത്യം ശക്തിപ്പെടാൻ ഇത്തരം നിയമപരിഷ്കരണങ്ങൾക്ക് മുൻപ് കൂടിയാലോചനകൾ അനിവാര്യമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. FCRA അക്കൗണ്ട് ഉടമകളുടെ സാമൂഹിക മാധ്യമ വിവരങ്ങളും പുസ്തക ലേഖന പ്രസിദ്ധീകരണങ്ങളുടെ വിശദാംശങ്ങളും ആവശ്യപ്പെടുന്നത് മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ്. സാങ്കേതിക പിശകുകൾക്ക് പോലും വലിയ തുക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകൾ മിഷൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. വ്യവസായങ്ങൾക്കും ഖനനത്തിനും നിയമങ്ങൾ ലളിതമാക്കുമ്പോൾ മാനവ സേവനത്തിന് കൂച്ചുവിലും കിടങ്ങുന്നത് ഖേദകരമാണെന്നും ഇത് സർക്കാരിനെ വിമർശിക്കുന്നവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന പരോക്ഷ മുന്നറിയിപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സഭ പറഞ്ഞു. പുതിയ ഗസറ്റ് വിജ്ഞാപന പ്രകാരം വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾ തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യവും ഫണ്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യക്തമാക്കണം. വിശാലമായ പ്രവർത്തന മേഖലയ്ക്ക് പകരം സർക്കാർ നിശ്ചയിച്ച 105 പട്ടികയിൽ നിന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവ FCRA ലൈസൻസിൽ പ്രത്യേകം രേഖപ്പെടുത്തും. പ്രവർത്തന മേഖല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ രജിസ്ട്രേഷനിൽ മാറ്റം വരുത്താൻ 300 രൂപ അധികമായി അടയ്ക്കണം. കൂടാതെ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ സംഭാവനകളിൽ നിന്നും നിശ്ചിത ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടെന്ന് NGOകൾ തെളിയിക്കണം. 2026 മുൻപ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് ഇവ വ്യക്തമാക്കാൻ 1 വർഷത്തെ സമയം അനുവദിക്കും. ഭേദഗതി പ്രകാരം മതപരിവർത്തനം ആരോപിച്ച് FCRA ലൈസൻസ് എളുപ്പത്തിൽ റദ്ദാക്കാൻ സാധിക്കും. ചട്ടത്തിൽ റിലീജിയൻസ് കൺവേർഷൻ എന്നതിന് പകരം റിലീജിയസ് പ്രോസലിറ്റൈസേഷൻ, മതമോ വിശ്വാസമോ മാറ്റാനുള്ള ശ്രമം എന്ന കടുത്ത പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭേദഗതിയുടെ മറവിൽ ഏത് സാധാരണ മത സാംസ്കാരിക സാമൂഹിക പരിപാടികളെയും മതപരിവർത്തന നീക്കമായി വ്യാഖ്യാനിച്ച് കള്ളക്കേസുകൾ എടുക്കാനും വിദേശ ഫണ്ടുകൾ തടയാനും സാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. പുതിയ ചട്ടപ്രകാരം മതമാറ്റം ഒഴികെ താഴെ പറയുന്ന 5 പ്രധാന മേഖലകളിലായി 105 കാര്യങ്ങൾ മാത്രമാണ് വിദേശ ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി ഉള്ളത്. ആരാധനാലയങ്ങളുടെ ക്ഷേത്രങ്ങൾ, മോസ്കുകൾ, പള്ളികൾ, ഗുരുദ്വാരകൾ, അതിൻ്റെ നിർമ്മാണം, വിശുദ്ധ ലിഖിതങ്ങളുടെയും അച്ചടിയും പരിഭാഷയും, മതചരിത്ര പഠനം, തീർത്ഥാടന കേന്ദ്രങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ, ധർമ്മശാലകളും അന്നദാനവും, മതവിദ്യാഭ്യാസവും ധ്യാനങ്ങളും, ഭക്തി സംഗീത പ്രചരണം, ആദിവാസി വിശ്വാസങ്ങളുടെ സംരക്ഷണം, പൈതൃക സ്മാരക സംരക്ഷണം, മതസൗഹാർദ്ദ ചർച്ചകൾ, ലഹരി വിമുക്ത കൗൺസിലിംഗ്, പരമ്പരാഗത പ്രതിമാ നിർമ്മാണം, മൃതദേഹ സംസ്കരണം, സ്ഥലങ്ങളുടെ വികസനം എന്നിവയാണ്. പുരാവസ്തു പരിവേഷണം, മ്യൂസിയം, ലൈബ്രറി പരിപാലനങ്ങളടക്കം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ എണ്ണത്തിൽ 18 എണ്ണമാണ് ഉള്ളത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി 19 എണ്ണമാണ്. കാർഷിക വികസനം, ജൈവകൃഷി, ക്ഷീരകൃഷി, മൃഗസംരക്ഷണം, സ്വയം സഹായ സംഘടനകളുടെയും മൈക്രോ ഫിനാൻസിൻ്റെയും നടത്തിപ്പ്, തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, വനിതാ സംരംഭകത്വം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ 22 എണ്ണമാണ്. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നടത്തിപ്പ്, പിന്നാക്ക പെൺകുട്ടികൾ, ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ എന്നിവർക്കുള്ള സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ പദ്ധതികളും, സാക്ഷരതാ യജ്ഞങ്ങൾ, ഭിന്നശേഷി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, സാങ്കേതിക സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, STEM വിദ്യാഭ്യാസം, കായിക അക്കാദമി, കരിയർ കൗൺസിലിംഗ്, ഭരണഘടനാ അവബോധം തുടങ്ങിയവയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ 30 എണ്ണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിലാണ്. ആശുപത്രികൾ, മൊബൈൽ ക്ലിനിക്കുകൾ, കുത്തിവയ്പ്പ് ക്യാമ്പുകൾ, മാതൃശിശു ആരോഗ്യം, ഉച്ചഭക്ഷണ പദ്ധതികൾ, കുടിവെള്ള വിതരണം, ശുചിത്വ, ആർത്തവ ആരോഗ്യ പരിപാടികൾ എന്നിവയൊക്കെ വരുന്നത്.